ഗരം മസാല, മുളക് പൊടി, കുരുമുളക് പൊടി, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, സവാള. ഇത് നേരത്തെ വേവിച്ച് വെച്ചത് കൊണ്ട് ഇനിയിപ്പം എത്ര നേരം ഈ മസാല പിടിക്കാനായിട്ട് എത്ര ടൈം? ഒരു 5-10 മിനിറ്റ്. നല്ലപോലെ നമ്മൾ ചേർത്തി വെച്ചിരിക്കുന്ന മട്ടൻ അതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ ക്രിസ്പി ആവണോ അതോ ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡാണ്? ഇപ്പൊ തന്നെ ഒരു മണം ഒഴിഞ്ഞില്ല. ഈ വെളിച്ചെണ്ണയുടെയും ഈ മസാലയൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് ചേർത്തി വെച്ചിരുന്ന നല്ല മട്ടൻ. ഇതിനിപ്പോ എത്ര ഐറ്റംസ് സ്വന്തമായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്? ഇങ്ങനെ ഓരോന്ന് പുതിയ ഇങ്ങനെ മനസ്സിൽ തോന്നുമ്പോ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ നമുക്കിത് കോഴി വാങ്ങിയെടുക്കാം അല്ലേ? ഇപ്പൊ നമ്മുടെ ഫ്രൈ അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ എടുക്കണം. ഓക്കെ, എന്താ അടുത്ത സ്റ്റേജ്? അടുത്ത ഇലയില് നമ്മൾ സെറ്റ് ചെയ്തിട്ട് പുഴുങ്ങിയെടുക്കണം. വാഴയില. ഓക്കെ, അതിന് വേണ്ടി നമുക്ക് ഇത് വെക്കാം. ഇതിൽ നമ്മൾ ഒരു വെള്ളം ഒഴിച്ചിട്ടാണ് വെക്കുന്നത് അടിയില്. ഓക്കെ, അടിയിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ആവി വരുന്ന രീതിയിൽ. ഇപ്പൊ ഇത് നമ്മൾ ഇത് ഇലക്കകത്ത് ഇത് ഇലക്കേക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇല ഒടിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നല്ല ഹാഫായിട്ടൊന്ന് വാട്ടിയെടുക്കും. നല്ലതായിട്ട് ചൂടാക്കുന്ന ഒന്ന് വാട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഇല നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കും. നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കും. ഇനിയിപ്പം ഇതിനകത്ത് നമ്മൾ ഈ ഓക്കെ അടിയിൽ വെച്ച് ഇങ്ങനെ ഹീറ്റ് വരുന്നുണ്ടല്ലോ. നല്ലൊരു ഫോൾഡ് ചെയ്യും. ഇനിയിപ്പം ഇത്രയും നല്ല ആവി പറക്കുന്ന പാത്രത്തിലേക്ക് ഇത് വെക്കാം. ഇനിയിപ്പോ തീ ഓഫ് ചെയ്യാം. ഈ നമ്മൾ 2-3 മിനിറ്റ് എടുക്കുന്നാണെങ്കിലും ഈ നല്ലതായിട്ടുള്ള ആവി ഈ ഇല ഈ വാഴയില ഫുള്ളായിട്ട് നല്ല കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ നമുക്ക് ഇതിന് നല്ല സ്മെല്ല് വരുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ പറ്റും. അകത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു സ്മെല്ലാണ് വരുന്നത്. മറ്റന്നോടുള്ള മിക്സ് ചെയ്തിട്ടുള്ള സ്മെല്ലാണ് വരുന്നത്. ഇനിയിപ്പോൾ ഇത് വാങ്ങി ഇപ്പൊ നമ്മുടെ മട്ടൻ പൊള്ളിച്ചത് ഓൾമോസ്റ്റ് ഫുള്ളായി കഴിഞ്ഞു. ഇത് എന്താ പറയാ, വളരെ കുറച്ച് നേരം കൊണ്ട് 20 മിനിറ്റ്സ് കൊണ്ട് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. സൂപ്പർ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഇപ്പോൾ ചെയ്യാൻ തോന്നുന്നു. ഈ ഒരു താല്പര്യമാണ് നമുക്ക് എല്ലായ്പ്പോഴും വേണ്ടത്. എപ്പോഴും കുക്കിങ്ങിനോടുള്ള ഒരു ഹോബി മാത്രമല്ല, ഈ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കാര്യങ്ങളും സക്സസ് ആക്കാൻ പറ്റുള്ളൂ. പത്തിരി, അപ്പം, ജിതിൻ, അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള എന്താ പറയാ മട്ടൻ ബുള്ളറ്റ് ഓൾമോസ്റ്റ് റെഡി കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് ടേസ്റ്റ് നോക്കാം. സൂപ്പർ ആയിട്ടുണ്ട്. ഒരു പ്രൊഫഷണൽ കുക്ക് എങ്ങനെയാണോ അത്രയും തന്നെ എഫക്റ്റീവ് ആണ്. കാര്യം നമുക്കൊരു ഹോട്ടലിലൊക്കെ പോയി കഴിച്ചു കഴിഞ്ഞാൽ ചില ഫുഡ് കഴിച്ച് നമുക്ക് ഷെഫിനെ കാണണമെന്ന് തോന്നും. അവരെ കണ്ട് അഭിനന്ദിക്കാൻ നമ്മൾ ചില സമയം പോകില്ല. അത്രയും സൂപ്പർ ആയിട്ടുണ്ട്. കാര്യം എന്താ പറയാ, എനിക്കിപ്പോ എന്ത് പറയണം, എന്തെങ്കിലും പറയാം. രീതി മാത്രമല്ല, അത് പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി നിങ്ങൾ കാണുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ്. കാര്യം ടേസ്റ്റ് മാത്രമല്ല ഒരു നല്ല ഫുഡിനകത്ത്. കാര്യം ആദ്യം അത് കണ്ടു നിറയണം, പിന്നെ അത് കഴിച്ചു നിറയണം എന്നാണ്. അപ്പം എല്ലാം കൊണ്ടും അത്രയും സൂപ്പർ സാധനം.
ശ്രീ ശാന്തനാക്. ഇത്ര ദേഷ്യോ? നോക്ക്, നിന്റെ മുടി പോലും കൊഴിയുന്നു. സോറി ഈ ഡാൻഡ്രഫ് കാരണം എന്റെ മുടി. ദാ പിടി. വേറൊരു സ്റ്റൈലിംഗ് ക്രീം വേണ്ടോ? ഏയ്, ഇതിൽ കോക്കനട്ട് പ്രോട്ടീൻസ് ഉണ്ട്. കോക്കനട്ട്? പുതിയ പാരഷൂട്ട് ആഫ്റ്റർ ഷവർ ആന്റി ഡാൻഡ്രഫ് ക്രീമിലുണ്ട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ്. അവ ഡാൻഡ്രഫിനോട് പൊരുതും ദിവസം മുഴുവൻ. 24/7 മുടി 50% സ്ട്രോങ്ങർ ആക്കും. കൊള്ളാലോ, ഡാൻഡ്രഫിന് സിക്സർ. എന്താ സിക്സർ? നിനക്കേ അടിക്കാൻ പറ്റൂ? അത് ശരി, സ്റ്റൈൽ അടിക്കുക. എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ? ഇന്നലെയും പവർ കട്ടായിരുന്നു, വിയർത്ത് കുളിച്ചു പോയി. നന്നായില്ലോ. വിയർത്താ വെയിറ്റ് ലോസ് ഉണ്ടാവില്ലേ? കേൾക്ക്, ഞാനൊരു ഫിലിം കണ്ടു, ചീനീക്കം കല്ല്. അവിടെയും വെയിറ്റ് ലോസ്. താങ്ക് ഗോഡ്, പാർലേ മാറി ലൈറ്റ് ആണല്ലോ. കഴിച്ചോ ഇനിയും എടുക്ക്. വർത്തമാനം ലാത്തിയടി ഒപ്പം പാർലമാരി. വിവയോടൊപ്പം ഒരു കട്ട്ലറി സെറ്റ് സൗജന്യം. ഇപ്പോൾ സ്റ്റൈലായി കഴിക്കൂ. അപ്പൊ നമ്മൾ അടുത്ത് എന്താ ഉണ്ടാക്കാൻ പോലെ? നമ്മൾ അടുത്തൊരു വെജ് ഐറ്റം ഉണ്ട്, ഒരു സ്പെഷ്യൽ പുളിശ്ശേരി. എന്നുവെച്ചാൽ നമ്മളിപ്പോ ഈ മാമ്പഴമില്ലാത്ത സീസണിൽ നമുക്ക് മാമ്പഴ പുളിശ്ശേരി ടേസ്റ്റ് എങ്ങനെ പുളിശ്ശേരി ഉണ്ടാകും. നമ്മള് മാമ്പഴം ഉപയോഗിക്കുന്നില്ല. പക്ഷെ മാമ്പഴ പുളിശ്ശേരി സെയിം ടേസ്റ്റ്. എന്തൊക്കെ ഐറ്റംസ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്? നമ്മള് സ്പെഷ്യലായിട്ട് ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് പച്ചത്തക്കാളി. പച്ചത്തക്കാളിയാണ്. തക്കാളിയാണ് ഉപയോഗിക്കുന്നത്. പഴുത്ത തക്കാളി അത് പെട്ടെന്ന് ഉടഞ്ഞു പോകും. കടുക്, തൈര്. ഇത് എന്ന് പറഞ്ഞാൽ ഒരു മുറി നാളികേരം, പകുതി നാളികേരവും 3 പച്ചമുളകും ഇട്ട് അരച്ചെടുത്ത്. മുളക്, മുളക്, ഉലുവ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പഞ്ചസാര, വേപ്പില, എണ്ണ. ഇത്രയും കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഈ തൈരിന് പ്രത്യേക ക്വാണ്ടിറ്റി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തൈര് ഒരു 1/2 കപ്പ്. അപ്പം എന്താ നമ്മൾ തക്കാളി ഇത്ര തക്കാളി 4-5 തക്കാളി. ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ തക്കാളി കട്ട് ചെയ്ത് റൗണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്താൽ നമുക്ക് ഇതൊരു മാങ്ങ ഷേപ്പ് കിട്ടും. ആദ്യം അത് കണ്ടു പറയണം. അപ്പം ഇത് കട്ട് ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു എന്താ പറയാ, മാങ്ങാണ്ടിയുടെ രീതിയിൽ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഷേപ്പ്. നേരെ 4 പീസസ് ആക്കേണ്ട, നേരെ അത് 2 പീസസ് ആക്കി മാത്രം കട്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് തക്കാളി ഒന്ന് വാടിയെടുക്കാൻ വേണ്ടി വെള്ളം അധികമാകരുത്, വളരെ കുറച്ച് വെള്ളം മാത്രം. കാര്യം ഈ തക്കാളി ഒന്ന് വാടാൻ പരുവത്തിന് വേണ്ടി മാത്രം വെള്ളം ഒഴിച്ചു. മുളക് പൊടി ജസ്റ്റ് ഒരു ഹാഫ് ടീസ്പൂൺ. ഈ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം തൈര് ഒഴിക്കുക. ഇതിപ്പോ ഈ തൈര് ഈ തക്കാളിയോട് നല്ലതായിട്ട് ചേരും അല്ലേ? നല്ലതായിട്ട് വന്നതിന് ശേഷമാണ് നമ്മളെടുത്തത് തേങ്ങ ചേർക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിലേക്ക് പഞ്ചസാര ഏകദേശം മധുരം നോക്കിയിട്ട് പഴത്തിനായി ഇതിട്ടാണ് ആവശ്യത്തിന് മധുരം. ഒരു മാമ്പഴത്തിന് അത്ര മധുരം വേണമെന്നില്ല. എങ്ങനെയായാലും നമ്മളിത് ഇല്ല, തേങ്ങയും മുളകും കൂടി അരച്ചതില്ല. എങ്ങനെയായാലും നമ്മളിതൊരു മാമ്പഴ പുളിശ്ശേരി ആക്കിയെടുക്കും. അതാണ് ടേസ്റ്റ്. നമ്മളെങ്ങനെ ഇനി ഞാൻ നമ്മൾ തേങ്ങ ചേർക്കും. അമ്മാമ്മയാണ് ഗുരു എന്നല്ലേ പറഞ്ഞത്? ഒരു അമ്മാമ്മയെ കണ്ടില്ലല്ലോ. എങ്ങനെയുണ്ട് കൊച്ചുമോൻ? നല്ല കുട്ടിയായിട്ട് വരുന്നത്. പാചകത്തിലാണോ? എല്ലാം സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ചെയ്യുന്ന ആളാണ്. മാറ്റി വയ്ക്കാം. ഇപ്പൊ ഇത് നല്ലതായിട്ട് തിളച്ചു. ഇനി ഇതിന്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിട്ട് നമ്മൾ മാറ്റി വെക്കാം. എണ്ണ ഒഴിക്കാൻ നല്ല ഇഷ്ടമാണ്. ഇത് മാത്രമേ അറിയത്തുള്ളൂ, വെള്ളം ചൂടാക്കാനും എണ്ണ ഒഴിക്കാനും. മധുരം മതിയാണെന്ന് ഉപയോഗിക്കാം. ഞാൻ തന്നെ നോക്കണം. ഇപ്പൊ
ഇപ്പൊ തന്നെ കുറച്ച് ചോറ് കിട്ടിക്കഴിഞ്ഞാൽ അത് കഴിക്കാൻ പാകത്തിനുണ്ട്. അതെന്തായാലും വേണ്ടി വരും. നമുക്കിതിലെ കാച്ചുള്ള കടുക് കുറച്ചധികം നമ്മൾ ചേർക്കണം. ഇതിന്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കടുകൊക്കെ നന്നായി കാണണം എന്നാണ് പറയുന്നത്. നമ്മൾ ഒരുമാതിരി ടൈലല്ലേ. ഇതിലേക്ക് ഉലുവ കുറച്ച് ഉലുവ, ആവശ്യത്തിന് ഉലുവ അല്ലേ. അതിനുശേഷം വേപ്പിലയും മുളക്. ഇപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി എന്ന തക്കാളി പുളിശ്ശേരി ശരിയാക്കാം. ഇനി കുറച്ച് ചോറൂടെ കിട്ടിയായിരുന്നെങ്കിൽ ഞങ്ങൾ കഴിച്ചു നോക്കാറുണ്ട്. അമ്മ ചോറായിട്ട് റെഡിയാക്കുന്നത്. മാമ്പഴം ആഡ് ചെയ്തിരുന്നു. ഇല്ല എക്സാക്ട്ലി മാമ്പഴപ്പുളിശ്ശേരി അതേ ടേസ്റ്റാണ്. മാമ്പഴം ഇല്ലാത്ത സ്പെഷ്യൽ മാമ്പഴപ്പുളിശ്ശേരിയാണ് അതായത്. അപ്പൊ നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലായി, ഇതിൽ നോൺ വെജിന്റെ മാത്രമല്ല വെജിലും ഒരു മാസ്റ്റർ തന്നെയാണ്. ബാച്ചുലർ ലൈഫ് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് ഒരിക്കലും ഒഴിവാക്കാനാത്ത സംഭവമാണ്. ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഈ കൂട്ടുകാരൊക്കെ കൂടി ഒറ്റയ്ക്ക് താമസിക്കുന്ന നമുക്ക് ചില സമയത്ത് കുക്കിംഗ് ഒരു പോകും എന്ന് തോന്നുമ്പോൾ ഇതിനെ കുറിച്ച് ഓർക്കാം. സോ സോയുവിന്റെ യാത്ര ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് സ്ഥലം ഒരു ബ്യൂട്ടിഫുൾ ബീച്ചാണ്. കുറച്ച് സ്നേഹിക്കുന്നവർക്കും സ്നേഹിക്കപ്പെടുന്നവർക്കും വേണ്ടിയുള്ള ഒരു പ്രത്യേക, നമ്മളെപ്പോലത്തെ ആൾക്കാർക്കേ അല്ല. ഓൾമോസ്റ്റ് 20 കിലോമീറ്റേഴ്സ് ദൂരമാണ് സിറ്റിയിൽ നിന്ന്. എന്റെ പേരമാണ് നമ്മളെ പോലെ അടുത്തായിരുന്നു സ്നേഹതീരം എന്ന് പറയുന്ന ബീച്ച്. നമ്മളിപ്പോ നിൽക്കുന്നത് തളിക്കുളം സ്നേഹതീരം എന്ന് പറഞ്ഞ ഭയങ്കര പ്രസിദ്ധമായ ഒരു ബീച്ചാണ്. ഈ ബീച്ചിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെയധികം ശാന്തമായ ഒരു ബീച്ച് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇതിപ്പോ തളിക്കുളം എന്ന് പറഞ്ഞ ഒരു സ്മോൾ വില്ലേജിലാണ് ഈ ബീച്ച് ഉള്ളത്. അതെ, ബാർബറിന്റെ അടുത്ത് പോയിട്ട് ഉറങ്ങിപ്പോയതിന്റെ ക്ഷീണം ഞങ്ങളോടൊക്കെ തീർത്തിട്ട് ഒരു കാര്യമില്ല. അവിടെ കുറച്ച് ദൂരത്ത് യൂസ് ചെയ്യ പാർക്ക്. ഈ ഇടയ്ക്ക് അവിടെ ഫുഡ് ഫെസ്റ്റിവൽ ഒക്കെ നടന്നതേ ഉള്ളൂ. ഫോയു നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, അറിയാമല്ലോ. സോ എന്താ ഫോയുടെ മറ്റൊരു നിങ്ങളുടെ ഫേവറേറ്റ് എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രദേശത്തും നിങ്ങൾ താമസിക്കുന്ന സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ഇതേപോലുള്ള മനോഹരമായ സ്ഥലങ്ങൾ കാണാം, അതേപോലെ മനോഹരമായ സ്വാദങ്ങൾ അത് മറ്റുള്ളവർ അറിയിക്കണം. നിങ്ങൾ കൂടെ തന്നെ മറ്റുള്ളവർ അറിയണം അല്ലേ. അത് ഞങ്ങൾ എഴുതി അറിയിക്കണം. സോ see you guys same time in your way channel on next week. Bye from Me too.